അങ്ങനെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ച് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് കൂടി ഗുരു പറയും കേട്ടോ. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ദൈവയജ്ഞം, മാനുഷ്യയജ്ഞം എന്ന് പറയുന്ന 5 യജ്ഞങ്ങളുണ്ട്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുക, അത് നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ജീവിതത്തിൽ അത് ആചരിക്കുക, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആചരിക്കുക. ഇതാണ് ബ്രഹ്മയജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ദേവന്മാരെ യാഗാദികൾ കൊണ്ട് പ്രീതിപ്പെടുത്തുക. പിന്നെ മനുഷ്യ യജ്ഞം എന്ന് പറഞ്ഞാൽ അതിഥികൾ, വർണ്ണാശ്രമികൾ തുടങ്ങിയവരെയൊക്കെ ഒരു ദേവനെ പോലെ കണ്ട് പരിപാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കുക. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ആ പിതൃയജ്ഞം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാവ് ദിവസങ്ങളിലൊക്കെ ബലിയിടാറുണ്ടല്ലോ. അപ്പം അതേക്കുറിച്ചും ഈ വിവാഹ സമയത്ത് നമ്മൾ ചൊല്ലുന്ന കന്യക ദാനമന്ത്രത്തിനുള്ളിൽ പറയുന്നുണ്ട്. വരസ്യ പിതൃ ഋണമോചനായച്ച. നമ്മുടെ പിതാമഹന്മാരോട് നമുക്ക് ഒരു കടമുണ്ട്. പലരും ചോദിക്കും, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കർക്കിടക വാവിന് ബലിയിടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾക്ക് ഈ തലമുറയെ പ്രദാനം ചെയ്ത നമ്മുടെ പിതാമഹന്മാരോടൊക്കെ നമ്മൾ ഇന്നും കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? അവർ കാരണമാണ് നമുക്കിങ്ങനെയൊരു ജന്മം ഈ ഭൂമിയിൽ ഉണ്ടായത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർ മരിച്ചു പോയി കഴിഞ്ഞാലും അത് വീട്ടിക്കൊണ്ടിരിക്കാൻ പിതൃലോകത്ത് അവർ വസിക്കുന്നുണ്ട്. അപ്പോൾ ആ പിതൃലോകത്ത് വസിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഈ പിതൃയജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാവ് ദിവസങ്ങളിൽ നമ്മൾ ബലിയിടുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് സ്വാമി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഇതിൽ കാര്യമുണ്ടോ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തൃപാദങ്ങളുടെ മഹനീയമായ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാമി തൃപാദങ്ങളുടെ ഗൃഹസ്ഥ ശിഷ്യനായിട്ടുള്ള രാമൻ ഓവർസിയർ ഒരിക്കൽ ചോദിക്കുന്നു, ഈ വാവ് ദിവസം ആളുകൾ അവിടെ ശിവഗിരിയിലായാലും അരുവിപ്പുറത്തായാലും ആളുകൾക്ക് വന്ന് ബലിയിടാനുള്ള സൗകര്യം ഗുരു സശരീരനായിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ രാമൻ ഓവർസിയർ എന്ന ഗൃഹസ്ഥ ശിഷ്യൻ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാമൻ നമ്മെ തൊട്ടുകൊണ്ട് അത് നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കൂ എന്ന് സ്വാമി പറയുന്നുണ്ട്. അപ്പോൾ രാമൻ ഓവർസിയർ ഗുരുവിനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ അരൂപികളായിട്ടുള്ള എന്തോ വന്ന് ഈ പിണ്ടച്ചോറിൽ നിന്നും രസം നുകരുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവചിന്തനം എന്ന ഒരു കൃതി, ശ്രീനാരായണ ഗുരു സമ്പൂർണ്ണ കൃതികളുടെ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പുറകു ഭാഗത്ത് ഗദ്യകൃതികളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവചിന്തനം എന്നാണ് അതിൻ്റെ പേര്. പല ആളുകൾക്ക് ഒരു സംശയമാണ്, യക്ഷി, പ്രേതം, പിശാച്, ചാത്തൻ ഇതൊക്കെ ഉള്ളതാണോ? കൂടോത്രം ഫലിക്കുമോ? സംശയമില്ലേ? ഇതൊക്കെ ഉള്ളതാണെന്നാണ് ഗുരു പറയുന്നത് കേട്ടോ. ദൈവചിന്തനം വായിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ യക്ഷി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു രൂപമുണ്ടല്ലോ, വെള്ള സാരിയൊക്കെ ഉടുത്ത്. നമ്മുടെ കേരളത്തിലെ യക്ഷികളൊക്കെ വെള്ള സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ ഈ മരിച്ചവർ വെള്ള സാരിയൊക്കെ ഉടുത്ത് എണീറ്റ് വന്ന് നിശീതിനി പാടി പറന്ന് നടക്കുന്ന ആളുകളൊന്നും അല്ല യക്ഷി. ഈ ലോകത്ത് അനേക കോടി ജീവജാലങ്ങൾ വസിക്കുന്നത് പോലെ തന്നെ ഗന്ധം, ശീതം, ഉഷ്ണം എന്നീ ഗുണങ്ങളോട് കൂടിയ വായു ലോകത്തും ജീവിക്കുന്ന സൂക്ഷ്മ ജീവജാലങ്ങൾ ഉണ്ടാവുന്നു. അപ്പം അവരുടെ ഗണത്തിൽപ്പെടുന്നവരാണ് ആര്? യക്ഷി, ഗന്ധർവൻ, കിന്നരൻ എന്നൊക്കെ പറയുന്ന ഗന്ധർവ കിന്നരാദികൾ, കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ള ആളുകൾ. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കുട്ടികളോട് പറയാറുണ്ട്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വെളിയിലിറങ്ങി നടക്കാൻ പാടില്ല. അപ്പോൾ അമ്മൂമ്മ വെറുതെ പറയണം, അതിലൊന്നും കാര്യമില്ല എന്നൊക്കെ പറയും. പക്ഷേ അമ്മൂമ്മമാർ പറയും നിങ്ങളങ്ങനെ ചെയ്യണം. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അമ്മൂമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളുടെ ഇടയിൽ ചിലർ ശുക്ലഭോജികളാണ്, ചിലർ ഭ്രൂണത്തെ ഭക്ഷിക്കുന്നവരാണ്, ചിലർ ഗർഭം അലസിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അവർ ഉള്ളത് കൊണ്ടാണ് ഈ രാത്രി സമയത്തായിരിക്കുമല്ലോ അവർ കൂടുതലും സഞ്ചരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ അമ്മൂമ്മമാരൊക്കെ പണ്ട് പറയുന്നത് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ചിലർ ഈ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കളഞ്ഞതിന് ശേഷമാണ് അത് ഭക്ഷിക്കുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും ഈ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഇതിൽ ചിലർ മധുരത്തിൽ പ്രിയമുള്ളവരാണ്,
ചിലർ മറ്റ് രസങ്ങളിൽ കയ്പ്പ്, എരിവ്, പുളി ഇതിലൊക്കെ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ ആ സമയത്ത് അന്തരീക്ഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ഭക്ഷിക്കും എന്നുള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് ഈ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം. ചില സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ യാതൊരു കാരണവും ഇല്ലാതെ നമുക്ക് സുഗന്ധം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ചിലർ നമ്മുടെ സമീപത്ത് വരുമ്പോൾ സുഗന്ധം അനുഭവപ്പെടും, ചിലരടുത്ത് വരുമ്പോൾ വലിയ ദുർഗന്ധം അനുഭവപ്പെടും എന്നൊക്കെ ഗുരു ദൈവചിന്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുർദേവതകളെ ആരാധിക്കുകയോ പ്രീതിപ്പെടുത്തുകയോ ഒക്കെ ചെയ്താലുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ദോഷം എന്താണെന്നും കൃത്യമായിട്ട് പറയുന്നു. ശരിയായിട്ടുള്ള ഈശ്വരാരാധനാ മാർഗം കാട്ടിത്തരുന്ന ഒരു ഗ്രന്ഥമാണ് കേട്ടോ. മലയാളത്തിൽ ഗദ്യരൂപത്തിൽ, പദ്യരൂപത്തിലൊന്നുമല്ല, ഗദ്യരൂപത്തിലാണ് സ്വാമി തൃപ്പാദങ്ങൾ ഈ ദൈവചിന്തനം എന്ന കൃതി രചിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പല സംശയങ്ങൾക്കുള്ള ദൂരീകരണം നൽകാൻ പ്രാപ്തിയുള്ള ഒരു കൃതിയാണ്, ശ്രീനാരായണ ഗുരു കൃതിയാണ് ഈ ദൈവചിന്തനം. ഞാൻ പിതൃക്കളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചമഹായജ്ഞം എന്നിവയൊക്കെ പാലിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരുവൻ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയുടെ എല്ലാം ഇരിപ്പിടമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമമാണെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുവനാണ് യഥാർത്ഥ ഋഷി എന്ന് സ്വാമി പറയുകയാണ്. ഇപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മവും ഗൃഹസ്ഥാശ്രമ ധർമ്മമാണെന്നാണ് ശ്രീനാരായണ ഗുരു ഒരു സന്യാസി ആയിട്ട് കൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റ് സന്യാസി വര്യന്മാരൊക്കെ ലോകം മിഥ്യയാണെന്നും ആത്മീയതയ്ക്കും ഒക്കെ മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ധർമ്മമാർഗം ഉപദേശിച്ച് തന്നിട്ടുള്ള ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് ശ്രീനാരായണ മഹാഗുരു മാത്രമാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് ശേഷം സന്യാസം എന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് പറയും. 60 വയസ്സിന് ശേഷം നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി, ഒരച്ഛൻ, അമ്മ, മകൻ, മകൾ എന്നീ നിലകളിലൊക്കെ നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായാൽ, നമുക്കറിയാമല്ലോ ഒരു അമ്മ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അച്ഛൻ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കുഞ്ഞുങ്ങളെ വളർത്തണം, പഠിപ്പിക്കണം, വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണം, വിവാഹം കഴിപ്പിക്കണം, പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഒരു പ്രായം വരെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒരുപക്ഷെ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ലോകത്തെ ഡ്യൂട്ടി കഴിയുകയാണ്. അങ്ങനെ എപ്പോൾ നമ്മുടെ ഡ്യൂട്ടി കഴിയുന്നു എന്ന് നമുക്ക് തോന്നിയോ, അതുകൊണ്ടാണ് 60 വയസ്സിന് ശേഷം ഉചിതമെന്ന് തോന്നുമ്പോൾ സന്യാസം സ്വീകരിക്കാമെന്ന് ഗുരു പറയുന്നത്. അതിനർത്ഥം നമ്മൾ കഷായം സ്വീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് സന്യക്കായിട്ട് ബാക്കിയുള്ള സുഖഭോഗങ്ങളെ മുഴുവൻ ന്യസിക്കുക. ഇനി നമുക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, എന്താണ്? ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മുടെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് നമ്മുടെ ജീവിതം? പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഈശ്വരനിലേക്ക് പോകണം അല്ലേ? എവിടെ നിന്ന് വന്നുവോ അങ്ങോട്ടേക്ക് പോകണം. അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള മാർഗം അന്വേഷിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുക, ആധ്യാത്മിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ചിട്ടുള്ള സന്യാസം. പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കാര്യത്തിലോ ഒന്നും നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടേണ്ട കാര്യമില്ല. അവർക്കതിനുള്ള പ്രാപ്തി ആയിട്ടുണ്ട്. അവർ ഇനിയിപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരത് നോക്കിക്കൊള്ളും. നമുക്ക് ഇനിയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനിലേക്ക് പോകാൻ, നേരായ രീതിയിൽ പോകാനായിട്ട് എന്താ മാർഗം എന്ന് അന്വേഷിച്ച് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ തൽപരരായിട്ട് ആ മാർഗത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക.